നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ് അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളെ എന്താണോ ഏറ്റവും അധികം ഹേർട്ട് ചെയ്യുന്നത് അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് മടി തോന്നാറുണ്ടോ? നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റുണ്ട്. നമ്മൾ വിചാരിക്കും ദാറ്റ് ആർ സൈലൻസ് കീപ്സ് ദ പീസ്. പക്ഷെ മിക്കവാറും ഈ സൈലൻസ് ആണ് നിങ്ങളിടയിലുള്ള ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് മിക്കവാറും കാരണമാകുന്നത്. ഏതൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ആ റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികൾ എപ്പോഴെങ്കിലും ഒരവസരത്തിൽ അവർ തങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാകും, ദിസ് ഇസ് നോട്ട് ഗോയിങ് വെൽ, ഇത് ശരിയായി പോകുന്നില്ല, നമുക്ക് സംസാരിക്കാനുണ്ട്, വി നീഡ് ടു ടോക്ക്. ഇത് എല്ലാ റിലേഷൻഷിപ്പിലും വരുന്നൊരു ടോക്കാണ്. ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ് ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത വരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീക്കാണ് എന്ന് അർത്ഥമാകുന്നില്ല. അതിനർത്ഥം നിങ്ങൾ രണ്ടുപേരും കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പിലെ ഡിസ്കംഫർട്ടിനെ തരണം ചെയ്യാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും. ബട്ട് ഹിയർസ് ദ തിങ്, സ്ട്രെങ്ത് ഡസൻറ്റ് കം ഫ്രം അവോയ്ഡിങ് ദ പെയിൻ. സ്ട്രെങ്ത് എപ്പോഴും വരുന്നത് വെൻ യു ആർ മൂവിങ് ത്രൂ ദ പെയിൻ ആൻഡ് ദാറ്റ് ടു ടുഗെദർ. സോ ടഫ് കോൺവെർസേഷൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഡോണ്ട് റഷ് ടു ഡിഫെൻഡ് യുവർ സെൽഫ്. ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ലിസൺ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ പാർട്ട്ണർ ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭംഗി അതിൽ പെർഫെക്റ്റ് മൊമെൻറ്റ്സ് മാത്രം ഉണ്ടാകുമ്പോഴല്ല, മോസ്റ്റ്ലി അത് മെസ്സി മൊമെൻറ്റ്സ് നമ്മൾ എങ്ങനെ ഒരുമിച്ച് തരണം ചെയ്യുന്നു എന്നതിലാണ് ഇരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം വെൻ എ ടഫ് കോൺവെർസേഷൻ നോക്സ് അറ്റ് യുവർ ഡോർ, ഡോണ്ട് റൺ ഫ്രം ഇറ്റ്, വാക്ക് ത്രൂ ഇറ്റ് ഹാൻഡ് ഇൻ ഹാൻഡ്. എപ്പോഴും ഓർക്കുക, റിയൽ സ്ട്രെങ്ത് പെയിൻ അവോയ്ഡ് ചെയ്യുന്നതിലല്ല, ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ഗോയിങ് ത്രൂ ഇറ്റ് വിത്ത് ലവ്. താങ്ക് യു.